നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും തന്നെ, അതായത് ഏത് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. അഥവാ നമ്മുടെ വിസയോടൊപ്പം ഹെൽത്ത് ഇൻഷുറൻസ് കൂടി വാലിഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വിസ റിന്യൂവൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ആളുകൾ, ഏത് സെക്ടറിൽ വരുന്ന ആളുകളായിക്കോട്ടെ, പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട്. ഈ കാർഡ് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പലരും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, എനിക്കിതൊരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് വന്നില്ല, എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആശുപത്രിയിൽ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമോ ഏജൻസിയോ എവിടെയാണോ അവിടെ വിളിച്ച് ചോദിക്കുക, നമ്മുടെ കാർഡ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ചില സമയത്ത് കാർഡ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന അഡ്രസ്സ് ഏതാണ് ആ അഡ്രസ്സിലേക്കായിരിക്കും കാർഡ് വരുന്നത്. മോസ്റ്റ് ഓഫ് കാർഡ്സും അഡ്രസ്സിലേക്കാണ് വരുന്നത്. അല്ലാത്ത ചില ആളുകളുടെ ഏജൻസി കൊടുത്തിരിക്കുന്ന ഏജൻസിയുടെ അഡ്രസ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഏജൻസിയിൽ നമ്മൾ വിളിച്ച് ചോദിക്കുക, നമ്മുടെ ഫാമിലിയെ കൊണ്ട് വിളിപ്പിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഏജൻസിയിൽ വിളിച്ച് ചോദിക്കുക, നമ്മുടെ കാർഡ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇനി കാർഡ് വന്നിട്ടില്ല, അവർ പറയുകയാണ് കാർഡ് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ പ്രധാനമായിട്ടും ഇസ്രായേലിൽ ക്ലെലിത്ത്, ലുമിത്ത്, മക്കാബി ഇങ്ങനെ 3 കമ്പനികളാണ് ഇൻഷുറൻസ്, ഫോറിൻ വർക്കേഴ്സിൻ്റെ ഇൻഷുറൻസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് നമ്മുടെ അടുത്തുള്ള സ്ഥാപനങ്ങളുടെ ഓഫീസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മളെ കൊണ്ടത് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കുപ്പത്ത് ഹോളിമിൽ പോവുക, അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോവുക. ക്ലിനിക്കിൽ പോയിട്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മുടെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പറയുക, അല്ലെങ്കിൽ ഏജൻസിയിൽ നിന്ന് ഈ ഇൻഷുറൻസിൻ്റെ പ്രിൻ്റ് ഔട്ട് മേടിക്കുക. അതായത് നമ്മുടെ ജോബ് രജിസ്ട്രേഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് നമ്മുടെ ഇൻഷുറൻസിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്നുള്ളത്. അത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം മസ്റ്റായിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ കാർഡ് അല്ലെങ്കിൽ ഈ പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം എവിടെയാണോ ഇതിൻ്റെ ഓഫീസ്, അടുത്തുള്ള ഓഫീസിൽ പോയതിന് ശേഷം നമ്മൾ ഒറിജിനൽ പാസ്പോർട്ടും ഈ പേപ്പറും കൊടുക്കുക. ഈ പേപ്പർ ഇല്ലെങ്കിലും നമ്മുടെ പാസ്പോർട്ട് കൊടുത്താൽ, പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ട്രീറ്റ്മെൻറ്റിന് പോകണം. നമ്മൾ കുപ്പത്ത് ഹോളിമിൽ അത്യാവശ്യം ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് നമ്മൾ കാർഡില്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഫർദറായിട്ട് വേറൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മളെ റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ കാർഡില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലെലിത്താണ്, ഫോർ എക്സാമ്പിൾ ക്ലെലിത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ക്ലെലിത്തിൻ്റെ ഒരു ടെമ്പററി കാർഡ് ക്ലെലിത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ടെമ്പററി കാർഡാണ്. നിങ്ങൾ തൊട്ടിപ്പുറത്ത് കാണുന്നത് ക്ലെലിത്തിൻ്റെ ഒറിജിനൽ കാർഡാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെമ്പററി കാർഡ് നമുക്ക് 6 മാസം വരെ ഉപയോഗിക്കാവുന്ന കാർഡാണ്. ഈ 6 മാസ കാലയളവിനുള്ളിൽ നമ്മൾ പുതിയൊരു കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ കാർഡ് വന്നിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് അവർ കാർഡ് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ആളുകളെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. കുറച്ച് മേജറായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെയാണ് ആളുകൾ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എൻഡ് ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നാട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് റെഫറൻസ് വേണം. ഇവിടെ നിന്നുള്ള റെഫറൻസ് ആവശ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ MRI ചെയ്ത ആളുകളോ അല്ലെങ്കിൽ CT സ്കാൻ ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ ഈ റെഫറൻസ് ഒന്നെങ്കിൽ നമുക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കിലും ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ക്ലിനിക്കുകളിലൊക്കെ നമുക്ക് ഈ പ്രിൻ്റ് ഔട്ട് അവൈലബിൾ ആണ്. അവിടെ ഒരു വെൻഡറിങ് മെഷീൻ ഉണ്ടാവും. നമ്മുടെ കാർഡ് അതിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഓപ്ഷൻ ഉണ്ട്, ഇംഗ്ലീഷിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കാർഡ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് ഔട്ട് ഓപ്ഷനിൽ ലാസ്റ്റ് ചെയ്ത ടെസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അഥവാ നമ്മൾ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ MRI സ്കാൻ്റെയും CT സ്കാൻ്റെയും എക്സ്റേയുടെയും CD നമുക്ക് റൈറ്റ് ചെയ്ത് തരും. അത് നമ്മുടെ ഡാറ്റ ഷീറ്റ് അവർ CD-യിലേക്ക് കോപ്പി ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ 10 to 12 2 to 4 ഓഫീസ് ടൈം വരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. നാട്ടിലേക്ക് നമ്മൾ വെക്കേഷന് പോകുന്ന സമയത്തും നമുക്ക് ഒരു ഇൻഷുറൻസ്, വാലിഡ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ ഇൻഷുറൻസ് കാർഡ് അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ പേപ്പർ നമ്മൾ മസ്റ്റായിട്ടും ഹോൾഡ് ചെയ്തിരിക്കണം. എക്സ്പെഷ്യലി തിരിച്ചു വരുന്ന സമയത്തൊക്കെ നാട്ടിലെ എയർപോർട്ടുകളിൽ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വിസ പോലെ തന്നെ ഇൻഷുറൻസ് കാർഡും, അതുപോലെ ഇൻഷുറൻസ് കാർഡില്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ പേപ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ അതുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിസ ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. വിസ ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ജോലി ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പേഷ്യൻ്റ് ഡെത്തായി കഴിയുമ്പോഴത്തേക്ക് നോർമലി ചില ഫാമിലികളൊക്കെ നമുക്ക് ഇൻഷുറൻസ് നീട്ടിത്തരും. മിക്കവാറും ഫാമിലികളൊക്കെ ഇൻഷുറൻസ് കട്ട് ചെയ്ത് കളയും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എടുക്കുന്ന ഇൻഷുറൻസുകളെല്ലാം ഒരു വർഷത്തേക്കാണ് നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതെങ്കിൽ 6 മാസം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇൻഷുറൻസ് വേണമെങ്കിൽ എൻഡ് ചെയ്ത് കളയാം. അങ്ങനെ ഇൻഷുറൻസ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 6 മാസത്തേക്കുള്ള എമൗണ്ട് ഇവർക്ക് റീഫണ്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഫാമിലികൾ അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പം ഈ വിസ ഇല്ലാതെ നിൽക്കുന്നവരോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇൻഷുറൻസ് കട്ടാവുന്ന ആളുകൾക്ക് നമുക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് ഇസ്രായേലിൽ എടുക്കാവുന്നതാണ്. ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല. വിസ ഇല്ലാതെ നിൽക്കുന്നവർക്ക് തന്നെ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് പ്രൈവറ്റ് ഇൻഷുറൻസ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ
പേഷ്യൻ്റ് ഡെത്തായിട്ടോ അല്ലെങ്കിൽ വിസ ഇല്ലാത്തൊരു സാഹചര്യത്തിലോ ഇൻഷുറൻസ് ഇല്ലാതെ ആരെങ്കിലും ഇസ്രായേലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്